ലെറ്റ് മീ ആസ്ക് യു ക്വസ്റ്റ്യൻ. ആരാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ശത്രു? നിങ്ങൾക്ക് പറയാൻ പല പേരുകളുണ്ടാവും അല്ലേ? പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വളരാൻ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്വപ്നങ്ങൾ ഇല്ലാതാക്കുന്ന ആ ഒരു ശത്രു അത് വേറെ ആരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പേടി, ദ ഫിയർ ഓഫ് ഫെയിലിയർ. ഒരു 2 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെ ഈ ഫിയർ ഓഫ് ഫെയിലിയറിൽ നിന്നും പുറത്തു കിടക്കാമെന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലും ഫെയിലാകാത്ത ആളുകളെ പറ്റി? അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി പുതിയതായിട്ട് ഒന്നും ട്രൈ ചെയ്യാത്തവരാണ്. അവരിങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. സ്വന്തം കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ മടിക്കുന്നവർക്ക് മാത്രമേ പരാജയപ്പെടാതിരിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ മറുവശത്തേക്ക് നോക്കിയാൽ അവിടെ ചരിത്രം സൃഷ്ടിച്ച ചില മനുഷ്യരെ നമുക്ക് കാണാം. എലോൺ മസ്ക്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഇന്നോവേറ്ററായിട്ടാണ് പുള്ളി അറിയപ്പെടുന്നത്. ജെഫ് ബെസോസ്, അല്ലെങ്കിൽ മാർക്ക് സക്കർബർഗ്, സത്യ നടയില്ല, ഇതുപോലെ ഒരുപാട് പേര്. പക്ഷേ ഇവരിലൊക്കെയുള്ള ഒരു പൊതുവായ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ലോകത്തിൽ ഒരുപാട് തവണ പരാജയപ്പെട്ട വ്യക്തികളും ഇവർ തന്നെയായിരിക്കും. നമ്മൾ അവരുടെ സക്സസ് മാത്രമേ കാണാറുള്ളൂ, പക്ഷേ ആ വിജയത്തിന് മുൻപ് അവർ എത്ര തവണ ഫെയിൽ ആയിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറേയില്ല. ഇനി മറ്റുള്ളവരുടെ കാര്യമെല്ലാം വിടാം. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് നോക്കുക. നിങ്ങൾ ജനിച്ചതിന് ശേഷം ഇന്ന് വരെ നിങ്ങൾ എത്ര വട്ടം തോറ്റുപോയിട്ടുണ്ട്? നിങ്ങൾ എന്തെല്ലാം കാര്യത്തിൽ ഫെയിൽ ആയിട്ടുണ്ടാവും? സ്കൂളിൽ എക്സാംസിന് മാർക്ക് കുറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്പോർട്സിന് ചേർന്നിട്ട് അവിടെ തോറ്റുപോയി കാണത്തില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തോറ്റുപോയിട്ടില്ലേ? ആ ഓരോ ഫെയിലിയറും നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ടുമില്ലേ? നിങ്ങൾക്ക് എന്താണ് യോജിക്കാത്തത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ കാണിച്ചു തന്നതും ഈ ഫെയിലിയേഴ്സാണ്. ഓരോ തവണ വീഴുമ്പോഴും നിങ്ങളെ യാഥാർത്ഥത്തിൽ കൂടുതൽ സ്ട്രോങ് ആകുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങളത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. എപ്പോഴെങ്കിലും ജീവിതത്തിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കാം, അതിൻ്റെ അർത്ഥം നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെയോ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ശ്രമവും അതിലുണ്ടാകുന്ന ഓരോ പരാജയവും നിങ്ങളെ സക്സസിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഫെയിലിയേഴ്സിനെ പേടിക്കാതിരിക്കുക. അതിന് നിങ്ങൾ നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പായിട്ട് തന്നെ കാണുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ സക്സസ്സിൽ എത്തിപ്പെടുക തന്നെ ചെയ്യും. സീ യു നെക്സ്റ്റ് ടൈം.